2020 ലോകകപ്പിന്റെ താരം സഞ്ജു സാംസൺ ഇതാ ജന്മനാട്ടിലെത്തിയിരിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സഞ്ജുവിനെ ഇപ്പോൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. Okay, thank you. നന്നായി മൈക്ക് രണ്ടിവിടെ വെച്ചില്ല. കുഴപ്പമില്ലല്ലോ. ചരിത്ര വിജയത്തിന് ശേഷം തിരുവനന്തപുരത്തെത്തിയ സഞ്ജുവിന് ആവേശോജ്വല സ്വീകരണമാണ്. ചരിത്ര ജയത്തിന് ശേഷം സഞ്ജു സാംസൺ നാട്ടിലെത്തിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം ചേട്ടനിതാ നാട്ടിലെത്തിയല്ലോ എന്നാണ് സഞ്ജു ചേട്ട എന്ന് വിളിച്ചുകൊണ്ട് ആരാധകർ വരവേൽക്കുകയാണ്. വി ശിവൻകുട്ടി, മന്ത്രി വി ശിവൻകുട്ടിയും എ റഹീം MP-യും ചേർന്നാണ് സ്വീകരിച്ചത്. ശിവൻകുട്ടിയടക്കം പ്രമുഖരുണ്ടായിരുന്നു. വിനേഷ് കുഞ്ഞിരാമൻ ചേരുകയാണ്. വിനേഷ്, വലിയ ആവേശത്തിലാണ് ആരാധക കൂട്ടം. സഞ്ജുവിനെ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് എതിരേൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ? ആരാധകർ കാത്തിരുന്ന ഒരു നിമിഷമാണല്ലോ വിനീത ഇത് എന്ന് പറയുന്നത്. കാരണം ലോക ചാമ്പ്യനായി, നേരത്തെ തന്നെ ലോക ചാമ്പ്യനാണ്, പക്ഷേ ഇത്തവണ സ്വന്തം കരുത്തിൽ ടൂർണമെന്റിന്റെ താരമായി കൊണ്ട് തിരിച്ചു വരുന്ന മലയാളിയുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസനെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും തന്നെ. പ്രത്യേകിച്ച് ജന്മനാട്ടിൽ തിരുവനന്തപുരത്തേക്കാണ് അദ്ദേഹം വന്ന് ഇറങ്ങുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു, എ റഹീം MP ഉണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒക്കെ പ്രമുഖർ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തടിച്ചുകൂടിയ ആരാധകർ ചേട്ടാവിളികളുമായി അവിടെ സഞ്ജുവിന് വേണ്ടി ആർപ്പു വിളിക്കുന്നതും കണ്ടു. സഞ്ജു എല്ലാവരോടും നന്ദി പറയുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. അഹമ്മദാബാദിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിലാണ് ഇപ്പോൾ സഞ്ജു സാംസൺ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. IPL തുടങ്ങാൻ ഇനി അധിക സമയമില്ല. അതിനു മുമ്പുള്ള കുറച്ച് സമയം സ്വന്തം നാട്ടിൽ വീട്ടിൽ ചിലവഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായി കൊണ്ടാണ് സഞ്ജു വന്നത്. ഇന്നലെ തന്നെ സഞ്ജു പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ആ വിജയ നിമിഷം ആസ്വദിക്കുകയാണ്, അടുത്തൊരു 2-3 ദിവസത്തേക്ക് എനിക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ഈ നിമിഷത്തിൽ ആ ആഘോഷത്തിന്റെ ഭാഗമായി തന്നെ തുടരുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ ആലോചിക്കാം, ഒരു 3 ദിവസം കഴിയട്ടെ, എന്നിട്ട് ബാക്കി ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ, ഇനി പ്രാക്ടീസും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയും ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം അത്രത്തോളം ആവേശത്തിലാണ്, കാത്തിരുന്നൊരു നിമിഷത്തിലായിരുന്നു ഇത്രയും കാലം. 10 വർഷം മുൻപ് ഒരു മാധ്യമപ്രവർത്തകൻ സഞ്ജു സാംസണോട് ചോദിച്ചിരുന്നു, അടുത്ത 10 വർഷം കഴിയുമ്പോൾ താങ്കൾ എവിടെയായിരിക്കും, താങ്കൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അപ്പോൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഞാൻ ഇന്ത്യൻ ടീമിലെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനായി ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ആ നീല ജേഴ്സിയിൽ കളിക്കുന്നുണ്ടാകും. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി വരുന്നതും കണ്ടു. ഒരു പക്ഷേ ഈ ടൂർണമെന്റിലെ ആദ്യ ഘട്ടങ്ങളിലൊന്നും ടീമിലേ ഇല്ലാതിരുന്ന, ആ ഒരു പ്ലാനിലേ ഇല്ലാതിരുന്ന സഞ്ജു വി സാംസൺ, അതിന് ന്യൂസിലൻഡിനെതിരായുള്ള പരമ്പര ഒരു പ്രധാന കാരണമായിരുന്നു. അതിനുശേഷം ഒരു നിർണായക ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായുള്ള പരാജയം, അവിടെയാണ് സഞ്ജുവിന് ടീമിലേക്കുള്ള വഴി തെളിയുന്നത്. പിന്നീട് ഓരോ മത്സരവും നോക്കൌട്ട് പോലെയുള്ള ഓരോ മത്സരത്തിലും അതിഗംഭീരമായി പെർഫോം ചെയ്തുകൊണ്ട് തുടർച്ചയായ 2 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ, ഫൈനലിലെ 89 റൺസ് പ്രകടനം, അങ്ങനെ ടൂർണമെന്റിലെ തന്നെ താരമായി വെറും 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസ് എടുത്ത് 24 പട്ടുകൂറ്റൻ സിക്സറുകൾ പറത്തിയ സഞ്ജു വി സാംസൺ ടൂർണമെന്റിന്റെ താരമായാണ് മടങ്ങി വരുന്നത്. നമ്മുടെയൊക്കെ തന്നെയും അഭിമാനമായി മടങ്ങി വരുന്ന സഞ്ജു വി സാംസണ് വലിയൊരു സ്വീകരണം തന്നെയാണ് ഇപ്പോൾ ആരാധകർ അവിടെ നൽകിയിരിക്കുന്നത്. വിനീത.